പാലങ്ങൾക്കും ഓരോ ചരിത്രമുണ്ടാകും. ആ ചരിത്രത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ച് പാലവും ആ നാടും ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുക. അതിന് ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോട് ഫറൂഖിലെ പഴയ പാലം. പാലം മോടി പിടിപ്പിച്ചും തൊട്ടരികിലുള്ള സ്ഥലങ്ങൾ അത് പാർക്കും ഫുഡ് കോർട്ടുകളും ഒക്കെ കൊണ്ടുവന്ന് സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. മലബാർ കോളിംഗ് ഫറൂഖ് പാലത്തിലൂടെ കയറിയിറങ്ങുന്നു. ഓരോ പാലങ്ങൾക്കും ഓരോ ചരിത്രമുണ്ട്. ഓരോ പാലങ്ങൾക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അങ്ങനെ സൗന്ദര്യമുള്ള പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയാണ്. നമ്മളുള്ളത് കോഴിക്കോട് ഫറൂഖ് പാലത്തിലാണ്. ഒരു വശത്ത് ചാലിയാർ പുഴയുടെ ഓളങ്ങൾ, മറുവശത്ത് ഫറൂഖ് പാലത്തിൻ്റെ പ്രൗഢി, ഇപ്പുറത്ത് നല്ല ചൂടുള്ളൊരു ചായ. രാത്രിയായാൽ വൈബാണ് ഫറൂഖിൽ. 1883 അതായത് 1.5 നൂറ്റാണ്ട് പിന്നിൽ ബ്രിട്ടീഷുകാരാണ് ഈ പാലം നിർമ്മിച്ചത്. അതും നല്ല ഉറപ്പുള്ള ഇരുമ്പിൽ. ഇന്നിപ്പോൾ ഈ പാലത്തിൻ്റെ അടിഭാഗം അത് പൂർണ്ണമായും പെയിന്റ് ചെയ്ത് അത് സംരക്ഷിക്കാൻ, തുരുമ്പിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികളാണ് ഒരു ഘട്ടത്തിലെടുത്തത്. പകൽ സമയത്തെ കാഴ്ചയേ അല്ല, രാത്രിയാകുമ്പോഴാണ് ഫറൂഖ് പാലവും അതിനോടനുബന്ധിച്ചുള്ള പാർക്കും ഈ ഫുഡ് കോർട്ടുമെല്ലാം കൂടുതൽ വർണ്ണാഭമാകുന്നത്. ഫറൂഖ് പാലത്തോട് ചേർന്നുള്ള ടൂറിസം വികസനത്തിൽ ഏറ്റവും ആകർഷകമായ ഒരിടമാണിത്. ഇത് ഫറൂഖ് പാലത്തിന് തൊട്ടരികെയുള്ള ചിൽഡ്രൻസ് പാർക്കാണ്. ഈ പാലവും ഇത് എത്രമാത്രം ഫറൂഖായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ്? ഫറൂഖിനെ അറിയപ്പെടുന്ന തന്നെ ഈ പാലം, ഫറൂഖ് പഴയ പാലം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണല്ലോ. ഇപ്പോഴും നല്ല ഉറപ്പുള്ളൊരു പാലം തന്നെ. പാലം കാണാനായിട്ട് ആളുകൾ വരുന്നുണ്ടോ? ഇഷ്ടം പോലെ ആളുകൾ വരുന്നു പാലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. നേരത്തെ വലിയ വാഹനങ്ങൾ ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഈ പാലത്തിന് കേടുപാടുകൾ പറ്റുന്ന, പാലത്തിന്റെ മുകൾ ഭാഗത്ത് തട്ടുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. വലിയ തിരക്കും ബ്ലോക്കും ഒക്കെ ആയിരുന്നു ഫറൂഖ് പാലത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാ സ്ഥിതി ആകെ മാറി. ഇവിടെ ഒരു ഗഡർ സ്ഥാപിച്ച് വലിയ വാഹനങ്ങൾ അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന ഒരു സിഗ്നൽ ഇവിടെ തന്നെ നൽകുകയാണ്. മാത്രമല്ല, ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പാലത്തിന്റെ 2 വശത്തും സിഗ്നലുകളും നൽകിയിട്ടുണ്ട്. അതോടുകൂടി ഫറൂഖ് പാലം പഴയ ബ്ലോക്കിൽ നിന്ന് മാറി സാധാരണ ഗതിയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടു.